എവരിവൺ, വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അവിമിസ് ആണ് മക്കളെ. നമ്മുടെ ആനുവൽ എക്സാമിങ് എത്തിയല്ലേ. നമ്മുടെ മുമ്പിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു മാസം പോലും നമ്മുടെ മുമ്പിലില്ല. സോ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ റിവിഷൻ ചെയ്ത് കഴിയേണ്ട സമയമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിസ് അധികം സമയം കളയുന്നില്ല, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ്. ബേസ്ഡ് ഓൺ ദ ഡീറ്റെയിൽസ് ഇൻ ചാപ്റ്റർ ഡാൽഡ 13. നമ്മുടെ ഡാൽഡ 13 എന്ന് പറയുന്ന ചാപ്റ്റർ, സ്റ്റോറി ഓഫ് ഡാൽഡ 13 എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചതാണ്, ഹൊമായി വ്യാരവല്ലയുടെ അല്ലേ. നമ്മളോട് ചോദിച്ച ക്വസ്റ്റൻ എന്താ? പ്രിപ്പയർ എ ഷോർട്ട് പ്രൊഫൈൽ ഓഫ് ഹൊമായി വ്യാരവല്ല ഫോർ യുവർ സ്കൂൾ മാഗസീൻ. ഹൊമായി വ്യാരവല്ലയുടെ ഒരു ചെറിയ ഷോർട്ട് പ്രൊഫൈല് നിങ്ങളുടെ സ്കൂൾ മാഗസീന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ പ്രൊഫൈൽ റൈറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റൻ ആണ്. നമുക്കറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഹൊമായി വ്യാരവല്ലയുടെ ഒരു ഷോർട്ട് പ്രൊഫൈൽ നമുക്ക് തയ്യാറാക്കാം. പ്രൊഫൈൽ നമ്മളൊരു ഹെഡിങ് കൊടുത്തു, ആരുടെ പ്രൊഫൈലാണ് നമ്മൾ തയ്യാറാക്കുന്നത്, ആ ക്യാരക്ടറിൻ്റെ പേര് നമ്മൾ കൊടുക്കുക. ഓക്കെ, നോൺ ആസ് ഡാൽഡ 13. വളരെ സിമ്പിളായിട്ടാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോൺ ആസ് ഡാൽഡ 13 എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. ബോൺ 1913 ഗുജറാത്തിലാണ് ജനിച്ചത്. എഡ്യൂക്കേഷൻ സർ ജെ സ്കൂൾ ഓഫ് ആർട്ടിലാണ്. പ്രൊഫഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഫീമെയിൽ ഫോട്ടോ ജേർണലിസ്റ്റ്. കുറച്ച് കീ അച്ചീവ്മെൻറ്റ്സ് മിസ് കൊടുത്തിട്ടുണ്ട്. ക്യാപ്ചേർഡ് ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് ഡേ ഇൻ 1947. ഫോട്ടോഗ്രാഫ് ലീഡേഴ്സ് ലൈക്ക് ഗാന്ധി ആൻഡ് നെഹ്റു. വർക്ക്ഡ് ഇൻ എ മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ് വെയറിംഗ് എ സാരി. അതായത് ഈ ഫോട്ടോ ജേർണലിസം എന്ന് പറയുന്നത് പുരുഷാധിപത്യമുള്ള അല്ലെങ്കിൽ പുരുഷന്മാർ മാത്രം കടന്നു വരുന്ന ഒരു മേഖലയായിരുന്നു. അവിടെ ഒരു പെൺ സാന്നിധ്യമായിട്ട് ജോലി ചെയ്തു. അവാർഡ്സ് പത്മവിഭൂഷൺ അതുപോലെയുള്ള അവാർഡുകൾ ബാക്കി നമുക്കറിയുന്ന ആഡ് ഓൺ ചെയ്യാം. സിഗ്നിഫിക്കൻസ് പാനൽ ഹു ബ്രോക്ക് ജെൻഡർ ബാരിയേഴ്സ് ഇൻ ജേർണലിസം. ജേർണലിസത്തിൽ ജെൻഡർ ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്ത ഒരാളായിരുന്നു, ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രൊഫൈല് റൈറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടാമത്തേതാ വേറൊരു ചോദ്യം നോക്കാം. ഡയറിയാണ് മക്കളെ. ഇതും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇമാജിൻ യു ആർ മൊയ്ന. നമ്മുടെ വൈ ഗേൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മൊയ്നയാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ആഫ്റ്റർ യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ യു റിയലൈസ് ദാറ്റ് മെനി ഓഫ് യുവർ വൈ ക്വസ്റ്റ്യൻസ് ആർ ഫൈനലി ബീങ് ആൻസേർഡ്. സ്കൂളിൽ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ നിങ്ങൾ മൊയ്നി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ റിയലൈസ് ചെയ്യാണ് നിങ്ങളുടെ വൈ സംശയങ്ങൾ അല്ലെങ്കിൽ വൈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കുറേ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട്. റൈറ്റ് എ ഡയറി എൻട്രി എക്സ്പ്രസിങ് യുവർ എക്സൈറ്റ്മെൻറ്റ് ആൻഡ് യുവർ നെക്സ്റ്റ് ബിഗ് വൈ ക്വസ്റ്റ്യൻ. സോ സ്കൂളിൽ ചേർന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ അടുത്ത ഒരു സംശയം മൊയ്ന ആയതുകൊണ്ട് തന്നെ വേറെ ഒരു വൈ ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ വേറെ ഒരു വൈ ക്വസ്റ്റ്യനും ഈ ഒരു ഡയറിയിൽ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇതെങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മക്കളെ, ഈ ഡയറി എൻട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡയറിയുടെ ഫോർമാറ്റ് കറക്റ്റാക്കി കഴിഞ്ഞാലാണ് നമുക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുക അല്ലേ. സോ ഡയറിക്ക് എന്തായാലും ഡേറ്റും ഡേയും നിങ്ങൾ കൊടുക്കാൻ മറക്കരുത്. സോ നമ്മൾ ഡേറ്റും ഡേയും കൊടുത്തു. ടൈം വേണം നിർബന്ധമില്ല, ഡേറ്റും ഡേയും എന്തായാലും കൊടുക്കാം. ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് വേണം അല്ലേ. ഇറ്റ് വാസ് ആൻ അൺഫോർഗെറ്റബിൾ ഡേ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ടുഡേ വാസ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഡേ ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു ഇന്ന്. ഐ ഫൈനലി വെന്റ് ടു സ്കൂൾ ബിക്കോസ് അവസാനം ഞാൻ സ്കൂളിലേക്ക് പോയി, എനിക്ക് സ്കൂളിൽ പോകാനൊരു അവസരം കിട്ടിയെന്ന് പറയുകയാണ് അല്ലേ. അറ്റ് ഫസ്റ്റ് ഐ വാസ് എ ബിറ്റ് നെർവസ്. തുടക്കത്തിൽ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് നെർവസ് ആയിരുന്നു. ബട്ട് ആസ് സൂൺ ആസ് ദി ടീച്ചർ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ഐ ഫെൽറ്റ് ലൈക്ക് എ ബേർഡ് ഫ്ലൈയിങ് ഔട്ട് ഓഫ് എ കേജ്. ആദ്യം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ടീച്ചർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു പക്ഷി കൂട്ടിൽ നിന്ന് സ്വതന്ത്രമായ പോലെ ഒരു ഫീലാണ് ഉണ്ടായത്. അതായത് ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഫീലാണ് എനിക്ക് ഉണ്ടായത് ടീച്ചർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ. ഫോർ സോ long I have been asking everyone. കുറേ കാലമായിട്ട് ഞാൻ എല്ലാവരോടും ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. വൈ ഡു ഐ ഹാവ് ടു വോക്ക് സോ ഫാർ ഫോർ വാട്ടർ. വെള്ളം എടുക്കാനായിട്ട് ഇത്രയും ദൂരം നമ്മൾ നടക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു. വൈ ഡു ദ സ്റ്റാർസ് ഒൺലി കം ഔട്ട് അറ്റ് നൈറ്റ്. രാത്രിയിൽ മാത്രം എന്താ നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നത്? അതെൻ്റെ ഒരു സംശയമായിരുന്നു അല്ലേ. ടുഡേ മൈ ടീച്ചർ ഡിഡ്ന്റ് ടെൽ മീ ടു ബി ക്വയറ്റ്. ഇങ്ങനെ ഞാൻ സംശയങ്ങൾ ചോദിച്ചപ്പോൾ സ്കൂളിൽ ഇന്ന് എൻ്റെ അധ്യാപക എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല. സാധാരണ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആൾക്കാർ എന്നോട് ക്വയറ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ എൻ്റെ വായടപ്പിക്കുകയാണ്, മിണ്ടാതിരിക്കാൻ പറയുകയാണ്. പക്ഷെ ഇന്ന് എൻ്റെ ടീച്ചർ അത് ചെയ്തില്ല അല്ലേ. ഇൻസ്റ്റെഡ് ഷീ സ്മൈൽ. ഇൻസ്റ്റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? പകരം. എൻ്റെ ടീച്ചർ എന്നോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞില്ല, മാത്രമല്ല പകരം ടീച്ചർ ചിരിച്ചു.
എന്നിട്ട് ഷീ എക്സ്പ്ലെയിൻ ദാറ്റ് ദ സ്റ്റാർസ് ആർ ഓൾവേസ് ദെയർ ബട്ട് ദ സൺസ് ബ്രൈറ്റ് ലൈറ്റ് ഹൈഡ് ദം ഡ്യൂറിങ് ദ ഡേ. ടീച്ചർ എനിക്ക് അതിൻ്റെ റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്തു. ടീച്ചർ എന്താ പറഞ്ഞത്? രാത്രി മാത്രമല്ല സ്റ്റാർസ് വരുന്നത്, സ്റ്റാർസ് എപ്പോഴും അവിടെ തന്നെയുണ്ട്. പക്ഷെ പകല് സൂര്യൻ്റെ വെളിച്ചം കൊണ്ട് നമ്മൾ ആ നക്ഷത്രങ്ങളുടെ വെളിച്ചം കാണാത്തതാണ്, അല്ലെങ്കിൽ അത് ഹൈഡായി പോകുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഓക്കെ, ഐ ഫെൽ സോ ഹാപ്പി ടു ഫൈനലി ഗെറ്റ് ആൻസർ. അവസാനം എൻ്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഐ റിയലൈസ് ടുഡേ ദാറ്റ് ബുക്സ് ആർ ലൈക്ക് മാജിക് കീസ് ദാറ്റ് ക്യാൻ ഓപ്പൺ എനി ഡോർ. ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, പുസ്തകങ്ങൾ മാജിക് കീസ് പോലെയാണ്, ഏത് ഡോറും തുറക്കാൻ പറ്റുന്ന അത്ഭുത കീകൾ പോലെയാണ് പുസ്തകങ്ങൾ. ബട്ട് ആസ് ഐ വാക്ക്ഡ് ഹോം എ ന്യൂ ക്വസ്റ്റ്യൻ പോപ്ഡ് ഇൻ ടു മൈ ഹെഡ്. ഇന്ന് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുന്ന വഴി എനിക്ക് വീണ്ടും ഒരു സംശയം വന്നു. എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും ഒരു സംശയം ഉദിച്ചു. എന്താണ്? വൈ ഡു സം പീപ്പിൾ തിങ്ക് ദാറ്റ് ഗേൾ ഷുഡിൻ ആസ്ക് സോ മെനി ക്വസ്റ്റ്യൻ? ചില ആൾക്കാർ വിചാരിക്കാറുണ്ട്, അല്ലെ, ചില ആൾക്കാരുടെ ധാരണ പെൺകുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ്. അതെന്താ അങ്ങനെ? അപ്പോൾ മോഹിനിക്ക് അടുത്ത ചോദ്യം മനസ്സിൽ വന്നു, അല്ലേ? ഐ എം ഗോയിങ് ടു ഫൈൻഡ് ദ ആൻസർ ടു ദാറ്റ് ടു. ആ ക്വസ്റ്റ്യൻ്റെയും കൂടെ ഉത്തരം ഞാൻ കണ്ടെത്താൻ പോവാണ്, അല്ലേ? ഐ കാൺ വെയിറ്റ് ടു ഗോ ബാക്ക് ടു സ്കൂൾ ടുമാറോ. നാളെ എനിക്കിതാ സ്കൂളിൽ പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് എങ്ങനെയും നാളെ ഇന്ന് സ്കൂളിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് മൊയിൻ ആ സ്കൂളിൽ പോയ ദിവസത്തെ ഡയറി എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അടിപൊളിയായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതുപോലെ ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും എന്താ പറയുക, അടുത്ത വർഷങ്ങളിലേക്ക് നിങ്ങളിപ്പോൾ 6ാം ക്ലാസ് ഏകദേശം എൻഡ് ചെയ്യാറായല്ലേ. ഇനി അടുത്ത് നിങ്ങൾ 7ാം ക്ലാസ്സിലേക്കാണ്. സോ 7ാം ക്ലാസ്സിൽ നമുക്ക് തുടക്കത്തിൽ തൊട്ട് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠിക്കാം. ഓരോ ചാപ്റ്ററും ഓരോ വിഷയങ്ങളും ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സുകളും ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ എക്സാമും മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. സോ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓൺലൈൻ ബാച്ചാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച്. അതിൻ്റെ ബേസ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന മക്കളെ 2474 റുപ്പീസിനാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. സോ അടുത്ത വർഷം സൈലത്തിനോടൊപ്പം അടിപൊളിയായിട്ട് പഠിക്കാം. നമ്മളെല്ലാവരും വെയിറ്റിംഗ് ആണ്. സോ അടുത്ത വീഡിയോ ആയിട്ട് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.